ഹലോ എവരി വൺ, വെൽക്കം ടു ടോക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് BMW R1300R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മോഡൽ വരാൻ പോവുകയാണ്. R1300R എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഓൾറെഡി BMW 1300 GS എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളാണ് ഏറ്റവും ആദ്യമായിട്ട് 1300 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റിൽ അല്ലെങ്കിൽ പുതിയൊരു എഞ്ചിനിൽ BMW കൊണ്ടുവരുന്നത്. ആ ഒരു സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ള പുതിയൊരു നേക്കഡ് മോട്ടോർ സൈക്കിൾ BMW കൊണ്ടുവരുന്നുണ്ട്. ഏപ്രിൽ 10-നാണ് അതിൻ്റെ ലോഞ്ച് വരുന്നത്. ഇന്റർനാഷണൽ ലോഞ്ചാണ്. ഇന്ത്യയിലേക്കുള്ള കാര്യം നമുക്കറിയില്ല, ഇന്ത്യയിലേക്ക് എന്നാ വരിക എന്നുള്ളത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് KTM 390cc ആയിട്ടുള്ള SMC-R, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന സൂപ്പർ മോട്ടോ സീരീസ് അത് അഗെയിൻ സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തപ്പോൾ പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, SMC പെട്ടെന്ന് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, SMC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 390cc ആയിട്ടുള്ള ഈ ഒരു മോഡൽ വരാനായിട്ട് എന്തായാലും ടൈം എടുക്കും. മിനിമം ഒരു 6 months കഴിഞ്ഞിട്ട് ആ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും 17 inch ആയിട്ടുള്ള വീൽസ് ആയിരിക്കും. ഇനി തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് 2025 ആയിട്ടുള്ള ഹോണ്ട PCX 160 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂട്ടർ, മാക്സി സ്കൂട്ടർ പോലെയുള്ള ഒരു സ്കൂട്ടറിന്റെ പാറ്റന്റ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ യാതൊരു എക്സൈറ്റ്മെന്റും ഹോണ്ടയുടെ കാര്യത്തിൽ എനിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഹോണ്ട ആദ്യമായിട്ടൊന്നല്ല ഇതുപോലെ പാറ്റന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. പല വണ്ടികളുടെയും പാറ്റന്റ് ഹോണ്ട ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിടാന്ന് തോന്നുന്നത്. അത് പർപ്പസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതല്ല. വെറുതെ ഇരിക്കുമ്പോൾ പണിക്കാരിങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ഒരു വണ്ടി വരുന്നുണ്ട്, വെറുതെ രജിസ്റ്റർ ചെയ്തിടാം, അങ്ങനെ രജിസ്റ്റർ ചെയ്യാനെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കണേ. അല്ലാണ്ട് ഇതൊരു പർപ്പസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാണെന്നുള്ളത് പോലെ എനിക്ക് തോന്നുന്നേ ഇല്ല. അതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഹോണ്ടയുടെ PCX 160 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാക്സി സ്കൂട്ടർ വരുന്നതിന് എനിക്കില്ല. പിന്നെ മാക്സി സ്കൂട്ടർ ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് ഇനി വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് യമഹയുടെ FCS F5 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വെർഷൻ വന്നിട്ടുണ്ട്. അപ്ഡേറ്റുള്ള വെർഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്കറിയാം, OBD2B എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ എഞ്ചിൻ എമിഷൻ നോംസിലാണ് FCയുടെ അടുത്തൊരു വേരിയന്റ് വന്നിരിക്കുന്നത്. പിന്നെ പുതിയ കുറെ കളേഴ്സ് ഉണ്ട്, അത് മിക്സ്ഡ് ആയിട്ടുള്ള അലോയ് വീല്, പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള കളേഴ്സ് ഉണ്ട്. പിന്നെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റിന്റെ അവിടെ നിന്ന് നമ്മുടെ ഹൈബ്രിഡ് വെർഷൻ FCയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടാങ്ക് ഷോട്ട്സിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ള ഒരു സാധനം, അങ്ങനെ തന്നെ ഇതിലും പുതിയ FCയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലോസി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ TFT എന്ന് പറയുന്ന സ്ക്രീന് വരുന്നില്ല. ഓൾറെഡി FC ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെർഷനിൽ TFT സ്ക്രീൻ വരുന്നുണ്ട്. അത് ഇപ്പോൾ വന്നിട്ടുള്ള മോഡലിൽ കൊടുത്തിട്ടില്ല. അത് ഹൈബ്രിഡിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് യമഹ മോട്ടോർ ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, KTMന്റെ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ അതിനു മുന്നേ യമഹ FCയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൺവെർട്ട് ചെയ്ത് വന്നിരിക്കുന്ന മോഡലിന്റെ പ്രൈസ് ഏകദേശം 3600 രൂപയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അത് യമഹ എന്തായാലും കൂട്ടാതിരിക്കില്ലല്ലോ, നമുക്കറിയാലോ. ചെറിയൊരു മാറ്റമില്ലെങ്കിൽ പോലും വില കൂട്ടുന്ന ഒരു കമ്പനിയാണ് യമഹ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചെറിയ കളറിലാണെങ്കിലും ചെറിയ ഇൻഡിക്കേറ്ററിൽ ഡിഫറൻസ് വരുത്തും. എന്തായാലും യമഹ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് KTMന്റെ എൻഡ്യൂറോ 390R എന്ന് പറഞ്ഞിട്ടുള്ള വെർഷൻ തന്ന് നമ്മളെ KTM അഗെയിൻ പറ്റിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ ന്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KTM എൻഡ്യൂറോ 390R എന്നുള്ള ആ ഒരു R എന്ന് പറഞ്ഞ ലെറ്ററിലെ ആ ഒരു ഫുള്ളി സ്പെക്ക് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സസ്പെൻഷൻ ട്രാവലുള്ള ആ ഒരു 230mm സസ്പെൻഷൻ ട്രാവലുള്ള ആ ഒരു മോഡലായിരിക്കും ഇന്ത്യയിൽ തരിക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള KTM അഡ്വഞ്ചർ S-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻഡ്യൂറോ മോഡലാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ സസ്പെൻഷൻ 200mm റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് 205mm ആയിട്ടുള്ള ഒരു S വെർഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അഡ്വഞ്ചറിനെ നെയ്ക്കഡ് ആക്കി കിറ്റും റാലി ടവറൊക്കെ ഊരി വെച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു എൻഡ്യൂറോ മോഡലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അസ്വസ്ഥരാണ്. കാരണം എല്ലാവരും R വെർഷനാണ് പ്രതീക്ഷിച്ചത്. ഞാനാണെങ്കിൽ പോലും ഇന്നലെ സ്പെക്കൊക്കെ പറഞ്ഞത് R വെർഷൻ്റെ സ്പെക്കാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള S വെർഷനാണ് ഇന്ത്യയിലേക്ക് തന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞ സ്പെക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്പെക്ക് ഈ R വെർഷനായിട്ടുള്ള മെയിൻ R വെർഷനായിട്ടുള്ള സ്പെക്കൊക്കെ ഇന്ത്യയിലെ KTM ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇന്നലെ വരെ പ്രോപ്പർ ആയിട്ടാണ് കിടന്നിരുന്നത്. പ്രോപ്പർ ആ ഒരു സ്പെക്കാണ് കിടന്നിരുന്നത്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ആ ഒരു എൻഡ്യൂറോ 390R സ്പെക്ക് KTM അവരുടെ വെബ്സൈറ്റിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിലിടാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് KTMന്റെ എൻഡ്യൂറോന്റെ കാര്യം പറയാനുള്ളത്. ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഡൽഹിയിൽ പുതിയൊരു പോളിസി വന്നിട്ടുണ്ട്. അഗെയിൻ
ചില വാഹനങ്ങൾ അവിടെ ഓടിക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, സി എൻ ജി ഓട്ടോറിക്ഷകൾ, 10 വർഷമായിട്ടുള്ള CNG ഓട്ടോറിക്ഷ ആഗസ്റ്റ് 15, 2025 മുതൽ ഡൽഹിയിൽ ഓടിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ അത് ഇലക്ട്രിക് ഓട്ടോയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റ് ബി റീപ്ലേസ് ചെയ്യണം. അതാണ് പുതിയ നിയമം. എന്തുകൊണ്ടാണ് ഇത്രയധികം നിയമങ്ങൾ ഡൽഹിയിൽ മാത്രം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ പൊല്യൂഷൻ ഡൽഹിയിൽ പോയവർക്ക് കറക്റ്റായിട്ട് അറിയാം. അത്രയും പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഡൽഹിക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് പല നിയമങ്ങളും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 നിയമങ്ങൾ നമ്മൾ കണ്ടു. 2 വീലറിനുള്ള നിയമം, 4 വീലറിനുള്ള നിയമം, പെട്രോൾ ഡീസൽ വെഹിക്കിളിനുള്ള നിയമം, ഇപ്പോൾ CNGക്കുള്ള നിയമം കൂടി വന്നിരിക്കുകയാണ്. അതും പഴയ CNGക്ക് മാത്രമാണ് പ്രശ്നം വന്നിട്ടുള്ളൂ. പുതിയ CNGക്ക് യാതൊരു പ്രശ്നം വരില്ല. അതിന് വലിയ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും എപ്പോഴൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.